ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ മാസം 30-ാം തീയതി ആയിരുന്നു ഹൈറച്ചിൻ്റെ ബിൽഡിംഗ് ഓണർ, നമുക്കറിയാം ഇവരുടെ ഓഫീസും അനുബന്ധ സൂപ്പർ മാർക്കറ്റും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് വാടക കെട്ടിടത്തിലായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആ ഒരു കെട്ടിടത്തിൻ്റെ ഉടമ ഇവരുടെ ഓഫീസ് പൂട്ടിയതിന് പിന്നെ അദ്ദേഹത്തിന് വരുമാനം കിട്ടാതായതിനെ തുടർന്ന് ഈ ഷോപ്പ് ഒഴിഞ്ഞു തരണം, ചാവി തരണം എന്ന് പറഞ്ഞ് പോലീസിനെ കക്ഷിയാക്കിക്കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊടുത്തു. പക്ഷേങ്കിൽ അതിൽ നിന്ന് തീരുമാനമായില്ല. ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് സിറ്റിംഗ് കൊണ്ട് ഇതിൽ തീരുമാനമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അതുമായി ബഡ്സ് കോടതിയിൽ വന്നു. ബഡ്സ് കോടതി രണ്ടാമത്തെ സിറ്റിങ്ങിൽ തന്നെ അതിന് തീരുമാനമാക്കി. 30-ാം തീയതിയായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത്. 30-ാം തീയതി നമ്മുടെ ഹൈറച്ചിൻ്റെ കേസുമായി തൊട്ടടുത്ത നമ്പറിലായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് ഓപ്പൺ കോടതിയിൽ ജഡ്ജി പറഞ്ഞത് അത് ലേലം ചെയ്തോളൂ, അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ കലക്ടറോട് ലേലം ചെയ്യാനും അതിനുശേഷം അതിൻ്റെ താക്കോല് ഉടമക്ക് തിരിച്ചു കൊടുക്കാനുമാണ് പറഞ്ഞിരുന്നത്. അന്ന് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഇന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഇതിൻ്റെ വിധിയുടെ പകർപ്പ് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ആ വിധിയുടെ പകർപ്പും ലഭ്യമായിട്ടുണ്ട്. 45 ദിവസത്തിനിടയ്ക്ക് ഈ പബ്ലിക് ലേലം, പൊതു ലേലം ചെയ്യണമെന്നാണ്. അതിനുശേഷം അതിൻ്റെ താക്കോല് ഉടമക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പബ്ലിക് ലേലം ചെയ്തിട്ട് അതിൻ്റെ പണം കലക്ടർ സൂക്ഷിക്കേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ് പബ്ലിക് ലേലം? ഇവരുടെ ഉടമയോട്, ശ്രീനാഥ് പ്രതാപനോട് അവിടെയുള്ള കസേരയും മേശയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടേബിളും കമ്പ്യൂട്ടർ ചെയറും ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ മതിയില്ലേ? എന്തുകൊണ്ടാണ് കലക്ടറോട് അത് ലേലം തന്നെ ചെയ്യണമെന്ന് പറയുന്നത്? ഇതിൻ്റെ ഉള്ളിലെ ബാക്കി സാധനങ്ങളൊക്കെ, കമ്പ്യൂട്ടറും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ 2-3 മാസങ്ങൾക്ക് മുമ്പേ തന്നെ പോലീസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെ അവശേഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ലേലം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പെരിഷബിൾ അസറ്റ്സ് അല്ലെങ്കിൽ എടുത്തു മാറ്റാനും ഒക്കെ, നശിച്ചു പോകാനും എടുത്തു മാറ്റാനും ഒക്കെ പറ്റാവുന്ന സാധനങ്ങളുടെ ലേല പ്രക്രിയ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വെറും 10-40 ദിവസത്തിനിടയ്ക്ക് ആ ഒരു സ്ഥാപനം തന്നെ മറ്റൊരു സ്ഥാപനമായി മാറ്റപ്പെടുമെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ഹൈറച്ചി എന്നുള്ള സ്ഥാപനം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലരുടെ മനസ്സുകളിൽ മാത്രമായിരിക്കും ഹൈറച്ചി ഉണ്ടാവുക. പ്രത്യക്ഷത്തിൽ അങ്ങനെയെല്ലാം തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. ഒരുപാട് ആൾക്കാർ ഹൈറച്ച് നിർത്തിപ്പോയതുപോലെ ഈ ഭൂമിയിൽ നിന്ന് അവശേഷിക്കുന്ന തെളിവുകളും ശേഷിപ്പുകളും എല്ലാം തന്നെ മാഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി മനസ്സിൽ മാത്രമായിരിക്കും ഹൈറച്ചിനെ കാണാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും ഹൈറച്ചിനോട് കടുത്ത ആരാധനയുള്ള, ഹൈറച്ച് ദൈവം പോലെയാണ്, പ്രതാപൻ ദൈവമാണ് എന്നൊക്കെ വിചാരിക്കുന്നവർ തീർച്ചയായും ഈ പബ്ലിക് ഓപ്ഷനിൽ പങ്കെടുക്കണം. സർക്കാരിൻ്റെ നിബന്ധനകളൊക്കെ ആദ്യമേ മനസ്സിലാക്കണം. എന്നിട്ട് പബ്ലിക് ഓപ്ഷനിൽ പങ്കെടുക്കണം. ഇവർ ഇരുന്ന കസേരകളും ഇവർ ഇരുന്ന സോഫയും ഒക്കെ നിങ്ങൾ പൊന്നും വിലക്ക് കൈക്കലാക്കണമെന്നാണ് പറയാനുള്ളത്. ബൈ.